ആക്രമണ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചതിന് UAE-യിൽ 17 ഇന്ത്യക്കാരടക്കം നിരവധി ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറ്റോർണിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഈ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ ഇറാൻ ആക്രമിച്ച സ്ഥലങ്ങളുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ അപകട ദൃശ്യങ്ങളും മറ്റുമൊക്കെ ഫോട്ടോ എടുത്ത് വിവിധ ഗ്രൂപ്പുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും നിക്ഷേപിക്കുന്ന ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത നീതീകരിക്കാനാവാത്ത പ്രവൃത്തി ചെയ്തതിനാണ് UAE അവരെ അറസ്റ്റ് ചെയ്തത്. ഈ യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മുടെ യൂസുഫ് അലിക്ക വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, നമ്മളൊരു രാജ്യത്ത് ജോലി ചെയ്യാൻ വന്നതാണ്, അത് നിങ്ങൾക്ക് ഒരുപാട് പ്രത്യേകമായ ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെയോ ഹനിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തികളിലോ ആ രാജ്യത്തെ അപമാനിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തികളിലോ ഏർപ്പെടാനുള്ള അതിരുവിട്ട സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകുന്നില്ല. നിങ്ങൾക്കെല്ലാം നിങ്ങളുടേതായ വ്യക്തിപരമായ പല അഭിപ്രായങ്ങളുണ്ടാവും, പല താല്പര്യങ്ങളുണ്ടാവും, പല നിലപാടുകളുണ്ടാവും, പല ആശയങ്ങളുണ്ടാവും. ഇതൊക്കെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഒരു ഭരണഘടനാ സ്ഥാപിതമായ അവരവരുടെ മദർലാൻഡ് അതിന് അനുവാദം നൽകുന്നുണ്ട്. ഇന്നലെ ഒരു സംഖ്യ പറഞ്ഞതുപോലെ ഇത് മദർലാൻഡും അത് ഫാദർലാൻഡും എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് നമ്മൾ പിതൃശൂന്യമായ പ്രവൃത്തിയിൽ ഏർപ്പെടേണ്ട കാര്യം എന്താ? അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്തിനാ? ആ പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ അറിയാവുന്നവരാണെങ്കിൽ അറിയാവുന്ന സുഹൃത്തുക്കൾ ആദ്യം തന്നെ അതങ്ങ് നിരുത്സാഹപ്പെടുത്തുകയും ഇല്ലാതാക്കുകയും ചെയ്യേണ്ടതാണ് ഏറ്റവും ഉചിതമായ കാര്യം. പലർക്കും ഇതിനെക്കുറിച്ച് പല അഭിപ്രായവും കാണും. ഇറാൻ UAE ആക്രമിക്കുമ്പോൾ ഇനി ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചാൽ പോലും ഇസ്രയേലിലെ മുസ്ലിങ്ങളുടെ ദൗത്യം ആ ഇസ്രയേലിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഇസ്രയേലിലെ മനുഷ്യരുടെ ദൗത്യവും അതുതന്നെയാണ്. യുദ്ധവിരാമത്തിന് വേണ്ടിയും അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾ എന്തെങ്കിലും അനീതിയോ അക്രമമോ പ്രവർത്തിക്കുന്നെങ്കിൽ അതിനെതിരെ അന്നാട്ടുകാർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അതിനു പകരം എതിരാളിയുടെ ആക്രമണത്തിൽ സന്തോഷിക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് നമുക്ക് ജീവിതവും സാഹചര്യങ്ങളും തരുന്ന നാടാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ. അവിടെ ചിലപ്പോൾ അമേരിക്കൻ ബേസുകളിലേക്ക് ആക്രമണം നടത്തുകയും അമേരിക്കൻ താല്പര്യങ്ങൾ അവർ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ടാർഗറ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അവിടെയും ആ നാടിനോടൊപ്പം നിന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവരവരുടെ പാടേ വിധിയെ എന്ന് പറഞ്ഞ് ജീവിച്ച് മടങ്ങലാണ് ഏറ്റവും ഉചിതമായ കാര്യം. ഇപ്പോൾ ഈ എല്ലാ സ്ഥലങ്ങളിലും ഗ്രൂപ്പുണ്ടല്ലോ, വാട്സപ്പ് ഗ്രൂപ്പ്. എന്ത് സംഭവം ഉണ്ടായാലും അതെടുത്ത് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കലാണല്ലോ ഇപ്പോഴത്തെ ഒരു വിനോദം. അപ്പോൾ ഏതെങ്കിലും നിൽക്കുന്നവൻ്റെ അടുത്ത് ഡ്രോൺ പതിച്ചാൽ അതിൻ്റെ ചിത്രം എടുത്ത് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ അതിനകത്തുള്ള ഇവൻ്റെ ശത്രുക്കൾ അത് മലയാളികളായിരിക്കും, ഇന്ത്യക്കാരുമായിരിക്കും. അവരെന്ത് ചെയ്യും? ഇത് ബന്ധപ്പെട്ട വകുപ്പിലേക്ക് ദാണ്ട് ഇവൻ ഇട്ട് പടം ഇങ്ങനെ UAE-ക്കെതിരെ. അത് UAE-യോട് ഇവന് താല്പര്യം ഉണ്ടായിട്ടായിരിക്കത്തില്ല, മറ്റവനൊരു കീറ് കൊടുക്കാനായിരിക്കും. അങ്ങനെ ആർക്കും കീറാനായി കിടന്നു കൊടുക്കാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആ നാടിനോടൊപ്പം നിൽക്കുക, അതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യം.